ഓ താങ്ക് യു. അയ്യോ സോറി, ഞാൻ ആണെന്ന് വിചാരിച്ചു. സോറി. അതെന്താ പെണ്ണുങ്ങളുടെ പുറകെ താൻ കേറില്ലേ? അയ്യോ അങ്ങനെയല്ല, ഞാൻ അത് വേണ്ട, എനിക്ക് അങ്ങനെ ശീലമില്ല. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. സോറി. അപ്പൊ ഒരു പെണ്ണിന്റെ പുറകെ പേടിയായിട്ടായിരിക്കും അല്ലേ? പക്ഷെ പേടിയൊന്നുമില്ല, മോശമല്ല. തനിക്ക് തന്നെ വിശ്വാസമില്ല. അതിന്റെ അല്ല, ചേച്ചിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും വിചാരിച്ചിട്ട്. ചേച്ചിയാ? തനിക്ക് എവിടെയും പോവാണെങ്കിൽ കയറിക്കോ, ഞാൻ ആക്കി തരാം. അങ്ങനെയാണെങ്കിൽ കയറാം അല്ലേ? തനിക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ കയറും. എന്നാ ഞാൻ കയറാം. ഓ സോറി. ചേച്ചി നിർത്ത്. ഇവിടെ ഇറങ്ങണ്ടേ? ഇവിടെ ഇറങ്ങാനല്ല, മൂത്രമൊഴിക്കാനാ. ഇപ്പോഴോ? ഇപ്പൊ തന്നെ. അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കല്ലേ. എന്തൊരാശ്വാസം. കുറച്ചും കൂടി പോണം. അതെ എനിക്ക് ഫോൺ പ്രശ്നം. ഫോൺ അടിക്കുന്നു. ഇയാളെ ഏത് നേരത്താണോ എനിക്ക് കേട്ടാൻ തോന്നുന്നത്. വരണ്ട, ഞാനിപ്പോ പോവും. ഞാൻ വരുന്നുണ്ട്. ഞാൻ കേറാം. അവിടെ ഞാൻ പിന്നെ വിളിക്കാം. ശരി വിട്ടോ. അവിടെ 5-8 വർഷം ഞാൻ പുറത്തായിരുന്നു. പിന്നെ അവിടെ എടുത്ത് തേങ്ങ ഞാൻ ഇവിടെ ഒന്ന് സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ വിചാരിച്ചു. താങ്ക് യു. ഈ റേഷൻ കട വരാനാണോ താനീ ലോകം മുഴുവൻ ചുറ്റിച്ചോണ്ടിരുന്നത്? ആക്ച്വലി കുറെ കാലമായിട്ട് ഞാൻ ഇവിടെ ഇല്ലല്ലോ. എനിക്കപ്പോ ഇവിടുത്തെ റേഷൻ കട മാറിയെന്ന് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ്. എന്നോടൊന്നും ചോദിക്കായിരുന്നില്ലേ? അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഇൻട്രോവേർട്ടാണ്. ഇൻട്രോവേർട്ടോ? താനാ? ഒരു കാര്യം ചെയ്യാൻ നമ്പർ ഒന്ന് പറഞ്ഞു. കേരളത്തിൽ നിങ്ങൾ ഇത്രയോട്ടും സെറ്റാവൂ? നമ്പർ തന്നെ വിളിച്ച് കുറുകാനൊന്നല്ല. താനേ ഈ കണ്ട ലോകം മുഴുവൻ ചുറ്റിച്ചിട്ട് എത്ര ക്യാമറയിൽ പെട്ടുണ്ടാവുന്നറിയോ? അപ്പൊ ശരി, ഫൈൻ വരുമ്പോഴേ തന്നെ ഞാൻ വിളിക്കാം. അയ്യോ താങ്ക് യു.